ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഫീശി അടിക്കാണ്ട് നല്ല ലെയറുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പൊറോട്ടയുടെ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം. പലർക്കും വീശി അടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എനിക്കും വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള ചെയ്യുന്ന ആൾക്ക് വരെ ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ബെല്ലൈക്കൺ വരും. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു മാവ് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്താൽ മതി. പിന്നെ ഒരു 3 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. പൊറോട്ട നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പോളം ഇളം ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ വാട്ടറാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ മൈദ വെച്ചിട്ടുള്ള പൊറോട്ടയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 2.25 കപ്പോളം മൈദ ആവശ്യം വരും. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നവരെ തന്നെ കുഴച്ചെടുക്കണം. നമ്മൾ ആദ്യം ബൗളിലിട്ട് കുഴച്ച് പിന്നെ ഒരു 5-6 മിനിറ്റ് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് നല്ല ബലം കൊടുത്ത് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഒന്ന് ചേർത്തിട്ട് ഒന്ന് തടവിയെടുത്തതിന് ശേഷമാണ് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെന്ത് ചെയ്യാം, ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് വലിയ സൈസിലുള്ള ബോൾസാക്കി മാറ്റണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ബോൾസാക്കി എടുക്കേണ്ടത്. പക്ഷേ ചപ്പാത്തിയുടെ അത്ര സ്മോൾ ആക്കേണ്ട. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഈ ഒരു അളവിൽ നമ്മൾ ചെയ്യുമ്പം ഒരു 6 പൊറോട്ടയാണ് നമുക്ക് കിട്ടുക. അതുപോലെ ബോൾസ് ആക്കിയിട്ട് വെക്കുക. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ബോൾസ് പരത്തിയെടുക്കുന്നതിന് മുന്നായിട്ട് ഒരു ചെറിയ ബൗളിൽ നമുക്കൊരു 3-4 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിൽ ചേർത്താലും മതി. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇത് നമ്മൾ പരത്തുന്ന സമയത്തും ചുടുന്ന സമയത്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടല്ലോ നെയ്യ് പൊറോട്ടയ്ക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഓയിൽ നെയ്യുണ്ടല്ലോ അതൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഈ ഒരു പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ മാറ്റി വെച്ച ബോൾസ് ഒന്ന് ഒരു ബോൾ എടുത്തിട്ട് വെക്കുക. എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റോളർ ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കാം. റോളർ ഉപയോഗിച്ച് പരത്തിയെടുക്കുന്ന സമയത്ത് അതിൽ നല്ലോണം നെയ്യൊന്ന് പുരട്ടിയെടുക്കണം, ഒട്ടിപ്പിടിക്കാതെ പരത്തി കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് റോളർ വെച്ചിട്ട് തന്നെയാണ് പരത്തിയെടുക്കാൻ പറ്റുക. പക്ഷേ പൊറോട്ട പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് പരത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഉണ്ടാക്കി വെച്ച ആ നെയ്യിൻ്റെ കൂട്ടൊന്ന് മുകളിൽ വെച്ചിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ ഒരു വലിപ്പത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. ആദ്യം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ആകുമ്പോൾ നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് വെക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്ലേറ്റിലേക്ക് അത് വെച്ച് കൊടുക്കുന്ന സമയത്ത് താഴ്ഭാഗത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച നെയ്യിൻ്റെ കൂട്ടൊന്ന് ഇതുപോലെ ഒന്ന് തടവി കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് പരത്തി വെച്ചത് വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ അടുത്തതും പരത്തിയെടുക്കാം. ഞാൻ രണ്ടും വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. റോളർ വെച്ചിട്ടും ചെയ്യും കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട്. പിന്നെ കൈ വെച്ചിട്ടും ചെയ്യും. രണ്ടാമത് പരത്തിയത് നമ്മൾ ആദ്യത്തെ പരത്തി പ്ലേറ്റിൽ വെച്ചതിൻ്റെ മുകളിൽ വെക്കണം. അപ്പോൾ അതിൻ്റെ നടുവിലായിട്ട് നല്ലോണം നെയ്യൊന്ന് പുരട്ടി കൊടുക്കണം. എന്നിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് വിട്ട് വരേണ്ടതാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച 6 ബോളും പരത്തിയിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 6ഉം ഞാൻ പരത്തിയിട്ട് ഇതുപോലെ അട്ടിക്കട്ടിക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയിലൊക്കെ നല്ലോണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും കുറച്ച് നെയ്യ് അങ്ങ് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ മാറ്റി വെക്കണം. നമുക്ക് വീശടിക്കാതെ നല്ല നേരിയ പൊറോട്ടയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാറ്റി വെക്കുന്നത്. പിന്നെ പരത്തുന്ന സമയത്ത് സൈസൊന്നും കുഴപ്പമില്ല. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ അങ്ങ് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ആ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ വലിച്ചെടുക്കാം. ഓരോന്നായിട്ട് നമുക്കിതുപോലെ വലിച്ചെടുക്കണം. ഓരോന്നായിട്ട് തന്നെ വലിച്ചെടുക്കാം. കണ്ടില്ലേ, നല്ല നേരിയ പൊറോട്ട ആയിട്ടാണ് കിട്ടുന്നത്. നമ്മൾ വീശി അടിക്കുന്നതും ഇതുപോലെ നേരിയതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടതിന് ശേഷം മാക്സിമം മുറിയാതെ നല്ലോണം ഇങ്ങനെ വലിച്ചെടുക്കാം. കണ്ടില്ലേ എത്ര നേരിയതായിട്ടാണ് കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് ആ ഒരു അറ്റത്തുനിന്ന് വലിച്ച് എടുത്തതിന് ശേഷം ഇതിന് വീശിയടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതുപോലെ ഇത് ചുറ്റിച്ചെടുക്കാം.
ചുറ്റിച്ചെടുത്തിട്ട് അവസാനം കിട്ടുന്ന ഭാഗമുണ്ടല്ലോ അത് ഇതുപോലെ താഴോട്ടേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് പരത്തുന്ന സമയത്ത് വിട്ടൊന്നും പോകരുത്. ഇതാ ഇതുപോലെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഇതാ ഒന്നും കൂടി കാണിക്കാം. ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാം. നമ്മൾ നെയ്യൊക്കെ ഇടയ്ക്ക് പുരട്ടിയത് കൊണ്ട് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല നേരിയതായിട്ട് തന്നെ കിട്ടും. ഇങ്ങനെ റെഡിയാക്കി വെച്ചത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ പരത്തിയിട്ട് ഇപ്പം തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ പരത്തുന്ന സമയത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ നെയ്യൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഇതും കൈവച്ചിട്ട് പരത്തിയെടുക്കുന്നത് തന്നെയാണ് നല്ലത്. റോളർ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ല ലെയറായിട്ടും നല്ല ആ ഒരു ടെക്സ്ചറോടെ കിട്ടുക കൈവച്ചിട്ട് പരത്തിയെടുക്കുമ്പോൾ തന്നെ ആയിരിക്കും. കുറച്ച് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റുക റോളർ വെച്ചിട്ടായിരിക്കും. നല്ല കട്ടിയായിട്ട് പരത്തിയെടുക്കേണ്ട, മൈദ ആയതുകൊണ്ട് നമുക്ക് വെന്ത് കിട്ടേണ്ടതല്ലേ. അപ്പോൾ ഈ ഒരു കട്ടിയായിട്ട് മതി. നമുക്കിനി ഇത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു തവയിൽ കുറച്ച് നെയ്യങ്ങ് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ പരത്തി വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഡ്രൈ ആക്കരുത്. മറിച്ചിടുന്ന സമയത്തൊക്കെ നെയ്യ് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. അത്യാവശ്യം നെയ്യൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ചുട്ടെടുക്കുമ്പോഴാണ് പൊറോട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കുറക്കണം എന്നുണ്ടെങ്കിൽ കുറക്കാം, ഇത്രയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ടേസ്റ്റ് കുറവുണ്ടാവും, അത്രേ ഉള്ളൂ. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു കളറാക്കി എടുക്കാം. മൈദ ആയതുകൊണ്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. പാനിന്ന് മാറ്റിയിട്ട് ചൂടോടെ തന്നെ നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കണം. നമ്മുടെ കൈയൊക്കെ കൊട്ടുന്നത് പോലെ ഇങ്ങനെ അടിച്ചെടുക്കാം. അപ്പോൾ ആ കറക്റ്റ് ആ ലെയർ ഇങ്ങനെ വിട്ട് കിട്ടും. ഇതാ നല്ല ലെയറോടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ പരത്തിയെടുക്കുകയാണ്. പിന്നെ ആദ്യം ചെയ്യുമ്പം ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇതും അതേപോലെ തന്നെ ചുട്ടെടുക്കാം. അധികം ഡ്രൈ ആക്കരുത് ചുട്ടെടുക്കുന്ന സമയത്ത്. ആ സമയത്ത് മാത്രം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. അതും ഇതുപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലെയർ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, സക്സസ് ആയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്